ദിവ്യ മന്നയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 12 പുതുഞായർ. ചിന്താവിഷയം: എന്റെ കർത്താവും എന്റെ ദൈവവുമേ. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള ആദ്യ ഞായർ പുതുഞായറായി സഭ ആചരിക്കുന്നു. വിശ്വാസ സമൂഹം കർത്താവിന്റെ ഉയർപ്പിലൂടെ പുതിയ അനുഭവത്തിലേക്കും പുതിയ ചിന്തകളിലേക്കും പ്രവേശിക്കുന്നു എന്ന മഹത്തായ ആശയമാണ് ഇതിൽ അന്തർലീനമായിരിക്കുന്നത്. യേശുവിന്റെ ഉയർപ്പ് പുതിയ പ്രതീക്ഷയും പുത്തൻ വഴികളും ലോകത്തിന് ദൃശ്യമാക്കി. മഹത്തായ ഈ ചിന്തയാണ് പുതുഞായർ പ്രദാനം ചെയ്യുന്നത്. ആദിമ സഭയിൽ ആദ്യമായി സ്നാപനം സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും അതിനുള്ള അവസരം പുതുഞായറിൽ ക്രമീകരിച്ചിരുന്നു. അതിനായി അവർ ശുഭ്രവസ്ത്രധാരികളായി അന്ന് ദേവാലയത്തിൽ എത്തിയിരുന്നു. അതിനാൽ പുതുഞായറാഴ്ചയെ ശുഭ്ര ഞായർ, വൈറ്റ് സൺഡേ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ജീവിതം തുടർച്ചയായി നവീകരിക്കപ്പെടുകയും വിശുദ്ധി പരിരക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നാം അനുഗ്രഹീതരാകും. ഇതിനുള്ള ഓർമ്മപ്പെടുത്തലാണ് പുതുഞായർ. കർത്താവുമായുള്ള വ്യക്തിബന്ധവും തിരുവചനത്തിൽ അധിഷ്ഠിതവുമായ ജീവിതചര്യയും നന്മയിലേക്കും പുതിയ ജീവിതത്തിലേക്കും നയിക്കും. പുതിയ സമൂഹത്തിലെ പുതിയ മനുഷ്യൻ എന്ന അടിസ്ഥാന ശിലയിലാണ് ക്രൈസ്തവ വിശ്വാസം പണിയപ്പെടുന്നത്. ഈ ദർശനം നമ്മിൽ നഷ്ടപ്പെടുമ്പോൾ സഭയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടും. ഇതിനുള്ള പരിഹാരം ഉദ്ധിതനായ കർത്താവിന് ജീവിതത്തിൽ കേന്ദ്രസ്ഥാനം നൽകുക എന്നത് മാത്രമാണ്. കർത്താവ് പഠിപ്പിച്ചത് ഇതാണ്: ദൈവവുമായുള്ള ബന്ധം ദൃഢീകരിക്കപ്പെടുന്നത് വിശ്വാസ ജീവിതത്തിൽ കൂടെയാണ്. ദൈവത്തെ സഹയാത്രികനായി സ്വീകരിച്ച് യാത്ര ചെയ്യുമ്പോൾ ജീവിതം ധന്യമാവുന്നു. വിശ്വാസം നഗ്ന നേത്രങ്ങളുടെ കാഴ്ചകൾക്കപ്പുറമായ അനുഭവമാണ്. തോമസിനോട് ഇതാണ് കർത്താവ് പറഞ്ഞത്. ഉദ്ധിതനായ യേശുവിനെ ദർശിച്ച വിശുദ്ധ തോമസിന്റെ അനുഭവമാണ് ഇന്നത്തെ ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ഇവിടെ ദൃശ്യമാകുന്ന ആത്മീയ ചിന്തകൾ ജീവിതത്തിന് മാർഗരേഖയാകണം. ഈ പ്രതീക്ഷ യോഹന്നാൻ തന്റെ രചനയിൽ കൂടെ അർത്ഥമാക്കുന്നു. സത്യം കണ്ടെത്തിയവർ അനുഗ്രഹീതരാണെന്ന് യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിച്ചു. സമഗ്രമായ പരിവർത്തനത്തിന്റെ വക്താക്കളായി സഭ പരിണമിക്കണം. കർത്താവിന്റെ പ്രതീക്ഷ ഇതാണ്. പുതുഞായർ ഇപ്രകാരമുള്ള ദർശനങ്ങളെ ചൂണ്ടിക്കാട്ടുന്നു. വേദഭാഗങ്ങൾ വിവിധ ചിന്തകളിൽ അധിഷ്ഠിതമാണ്. ഒന്നാം പാഠഭാഗം യെശയ്യാവ് 45, 21 മുതൽ 25 വരെ. ദൈവത്തിങ്കിലേക്ക് അടുത്തുവരാനുള്ള പ്രവാചകന്റെ ആഹ്വാനമാണ് വേദഭാഗം. സകലരെയും ഭേദം കൂടാതെ അതിനായി ക്ഷണിക്കുന്നു. നീതിയും ബലവും ദൈവത്തിന്റെ സവിശേഷതയായ പ്രവാചകൻ പ്രഘോഷിക്കുന്നു. ഇത് മനസ്സിലാക്കി നാം ദൈവസന്നിധിയിലേക്ക് വരണം. അനുഗ്രഹത്തിനുള്ള മാർഗം ഇതാണ്. രണ്ടാം പാഠഭാഗം വെളിപ്പാട് 1:9 മുതൽ 20 വരെ. മരണത്തിൽ നിന്നും ജയാളിയായി ഉയർത്ത കർത്താവിനെ വേദഭാഗത്ത് യോഹന്നാൻ മനോഹരമായി വിവരിക്കുന്നു. ഉദ്ധിതനായ കർത്താവിന് നൽകുന്ന വിശേഷണങ്ങൾ യേശുവിന്റെ നിസ്തുലതയെ ദൃശ്യമാക്കുന്നതാണ്. അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന വാക്കുകൾ സഭയ്ക്ക് അത്യന്തം ആശ്വാസദായകവും പ്രചോദനം പകരുന്നതുമാണ്. സകലത്തിന്മേലും അധികാരമുള്ള കർത്താവാണ് സഭയുടെ നാഥൻ. ലേഖനഭാഗം കൊലോസ്യർ 1:15 മുതൽ 20 വരെ. യേശുവിന്റെ ക്രൂശ് മരണത്താൽ ലഭ്യമായ അനുഗ്രഹങ്ങളെ വേദഭാഗത്ത് അപ്പോസ്തലൻ അർത്ഥപൂർണമായി വിവരിക്കുന്നു. അതിൽ കൂടെ ഉളവായ സമാധാനവും ഐക്യതയും നാം തിരിച്ചറിയേണ്ടതാണ്. ദിവ്യമായ ഈ അനുഗ്രഹങ്ങളുടെ സാക്ഷികളായി തീരാനുള്ള ആഹ്വാനം ഇവിടെ കാണുന്നു. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ 20:19 മുതൽ 29 വരെ. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ മനോഹരമായ വിവരണമാണ് വേദഭാഗം. യോഹന്നാൻ നാടകീയ ഭംഗിയോടെ ഇത് രേഖപ്പെടുത്തുന്നു. ഉദ്ധിതനായ യേശുവിന്റെ ചരിത്രത്തിന് വിശുദ്ധ യോഹന്നാൻ മറ്റ് സുവിശേഷകരെക്കാൾ അധികം പ്രാധാന്യവും വിശദീകരണവും നൽകുന്നു. ഇവിടെ വിവരിക്കപ്പെടുന്ന സംഭവത്തിന് ദൈവശാസ്ത്രപരമായ അർത്ഥവും വ്യാഖ്യാനവും നൽകാനുള്ള യോഹന്നാന്റെ ശ്രമം ശ്രദ്ധേയമാണ്. യേശുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും മിഥ്യയും മായക്കാഴ്ചയുമാണെന്ന ഡിലൂഷൻ, നോസ്റ്റിക് ദുരുപദേശം അന്ന് പ്രബലമായിരുന്നു. അവർ യേശുവിന്റെ ആളത്വത്തെ നിഷേധിച്ചു.
ഇപ്രകാരമുള്ള പാഷാണ്ഡതകൾ സഭാഗാത്രത്തെ ഉലച്ചിരുന്ന പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ ഇത് ആലേഖനം ചെയ്യുന്നത്. മരണവും ഉയർപ്പും തികഞ്ഞ യാഥാർത്ഥ്യമാണ്. അതിന്റെ അനുഗ്രഹങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നു. യേശുവിന്റെ ഉദ്ധാനം വെളിപ്പെടുത്തുന്നത് അവൻ മനുഷ്യനിൽ നിന്നും അകന്നു നിൽക്കുന്നവനല്ല, മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നുവരുന്നവൻ എന്ന സത്യമാണ്. യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ വാക്കുകളിൽ ഇതാണ് കാണുന്നത്. മനുഷ്യന്റെ പ്രശ്നങ്ങളോടുള്ള യേശുവിന്റെ സമീപനത്തെ ഇത് സൂചിപ്പിക്കുന്നു. കർത്താവ് ആകുലതകളും ആശങ്കകളും അകറ്റി പുതിയ ചിന്തകൾ പ്രദാനം ചെയ്യുന്നു. ഈ സന്ദേശമാണ് യോഹന്നാൻ പങ്കിടുന്നത്. ഭയാക്രാന്തരായ ശിഷ്യന്മാരെ ശക്തീകരിച്ച് അവർക്ക് കർത്താവ് നിയോഗം നൽകുന്ന കാഴ്ച അത്യന്തം ഹൃദ്യമാണ്. മനുഷ്യനെ അസ്വസ്ഥമാക്കുന്ന പാപമെന്ന സങ്കീർണതയിൽ നിന്നുള്ള വിമോചനം പ്രഖ്യാപിക്കാനുള്ള അധികാരവും കർത്താവ് ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്നു. തുടർന്ന് അപ്പോസ്തലനായ തോമസിന് പ്രത്യക്ഷപ്പെടുന്ന സംഭവം യോഹന്നാൻ വർണ്ണിക്കുന്നത് തികച്ചും ആകർഷകമാണ്. മറ്റ് സുവിശേഷകർ ഈ ചരിത്രം പൂർണ്ണമായി വിട്ടുകളഞ്ഞപ്പോൾ യോഹന്നാൻ സൂക്ഷ്മമായി ഇത് ആലേഖനം ചെയ്യുന്നു. തോമസിനെ അവതരിപ്പിക്കാനുള്ള ശ്രമത്തോടൊപ്പം വിശ്വാസ സമൂഹത്തിനുള്ള ശ്രദ്ധേയമായ സന്ദേശവും കാണുന്നു. തോമസിന്റെ വ്യക്തിജീവിതം കൂടുതലായി മനസ്സിലാക്കാൻ യോഹന്നാന്റെ സുവിശേഷം വളരെ സഹായകരമാണ്. വിശുദ്ധ തോമസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില ചിന്തകൾ ഇതിൽ കാണാം. കാഴ്ചയ്ക്കപ്പുറമുള്ള വിശ്വാസത്തിന്റെ വിശദീകരണമായി ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ തോമസിന്റെ ജീവിതത്തെയും സാക്ഷ്യത്തെയും ആഴമായി വിശകലനം ചെയ്യാനുള്ള യോഹന്നാന്റെ ശ്രമം ശ്ലാഘനീയമാണ്. ഈ ചിന്തകളുമായി ബന്ധപ്പെട്ടതാണ് സത്യം അറിയാനുള്ള അഭിവാഞ്ച. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മറ്റ് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ തോമസ് വിശ്വസിച്ചില്ല. കുരിശുമരണം ഉളവാക്കിയ സങ്കീർണതകളും അതിന്റെ തീവ്രതയും അപ്പോസ്തലൻ ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. അതിനാൽ ഉദ്ധാനത്തെ ഉൾക്കൊള്ളാൻ തോമസിന്റെ ബുദ്ധിയും യുക്തിയും അനുവദിച്ചില്ല. ഇത് തോമസിന്റെ ബലഹീനതയായി കാണേണ്ട ആവശ്യമില്ല. എന്നാൽ സത്യം അറിയാനും അത് വ്യക്തമായി മനസ്സിലാക്കാനുള്ള താൽപര്യമാണ് തോമസിൽ പ്രകടമാകുന്നത്. ഈ ഗുണവിശേഷമാണ് യാഥാർത്ഥ്യം കണ്ടെത്താൻ തോമസിനെ സഹായിച്ചത്. ഈ മനോഭാവം ഏവരിലും ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന് യേശു പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അന്വേഷണങ്ങൾ മതചിന്തകൾ അനിവാര്യവും ശ്രേഷ്ഠവുമാണ്. ഈ ഗുണവിശേഷം നഷ്ടപ്പെടുത്തി ഏറ്റവും എളുപ്പത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പരക്കം പായുന്ന മനുഷ്യനാണ് എവിടെയും കാണുന്നത്. കാഴ്ചയ്ക്കപ്പുറമുള്ള വിശ്വാസ നിശ്ചയത്തിന് അന്വേഷണം അനിവാര്യമാണ്. അത് നമ്മെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തും. തോമസിൽ ഇപ്രകാരമുള്ള ചിന്തയുടെ മനോഹരമായ ഭാവങ്ങൾ കാണാം. തോമസ് എന്ന അതുല്യ വ്യക്തിത്വം രൂപം പ്രാപിച്ചത് പ്രസ്തുത യാഥാർത്ഥ്യത്തിൽ കൂടിയാണ്. ഭാരത സഭയുടെ അടിത്തറ ശില്പികളിൽ പ്രധാനിയായി വിശുദ്ധ തോമസ് അറിയപ്പെടുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ശ്രേഷ്ഠമായ ഗുണവിശേഷങ്ങൾ എക്കാലവും ശ്രദ്ധേയമാണ്. ആ മാതൃകയെ പിന്തുടരാൻ വിശ്വാസ സമൂഹത്തിന് കഴിയണം. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അറിഞ്ഞ സത്യത്തോടുള്ള പ്രതിബദ്ധത. തോമസ് സംശയം പ്രകടിപ്പിച്ചെങ്കിലും സത്യം അറിഞ്ഞപ്പോൾ അതിനെ പൂർണ്ണമായി അംഗീകരിച്ചു. ഇവിടെ തോമസ് പറയുന്ന വിശ്വാസ പ്രഖ്യാപനം മറ്റ് ശിഷ്യന്മാർ ആരും പറഞ്ഞതായി കാണുന്നില്ല. യേശുവിനെ ദൈവവും കർത്താവുമായി പ്രഖ്യാപിക്കുന്നു. യേശു ദൈവമല്ല എന്ന ദുരുപദേശം അന്ന് വ്യാപകമായിരുന്നു. ഇവിടെയാണ് തോമസിന്റെ വാക്കുകളുടെ ആഴം തിരിച്ചറിയേണ്ടത്. ഇത് സഭയുടെ അലംഘനീയമായ വിശ്വാസ പ്രഖ്യാപനവും സാക്ഷ്യവുമാണ്. എക്കാലവും ഇത് മാറ്റമില്ലാത്ത അനുഭവമാകണം. സത്യം അറിയാത്തതല്ല, അറിഞ്ഞ സത്യത്തോട് അനുകൂലമായി പ്രതികരിക്കാത്തതാണ് ഇന്നിന്റെ പരാജയം. ശുഷ്ക മനസ്സുകൾ കൂടി വരികയാണ്. അതിനാൽ ആത്മീയതയിലെ ശൂന്യതകൾ തിരിച്ചറിയാൻ വൈകരുത്. ഇത് ഗൌരവമായ പരിചിതനങ്ങൾക്ക് വിഷയമാക്കണം. ആത്മജ്ഞാനത്തിനായി കാക്ഷിക്കുന്നവർ വർദ്ധിക്കണം. സത്യാന്വേഷകരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സാക്ഷിയാകാനുള്ള സന്നദ്ധത. തോമസ് യാഥാർത്ഥ്യം അറിഞ്ഞപ്പോൾ സ്വന്തം വഴിയിൽ പോയില്ല. പുതിയ പന്താവിൽ ഒരു നവയാത്ര ആരംഭിക്കുന്നു. കർത്താവിന്റെ യഥാർത്ഥ സാക്ഷിയാകാനുള്ള തീരുമാനമായിരുന്നു തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനം. അതിന് ദൃശ്യ പ്രതികരണമായിരുന്നു അപ്പോസ്തലന്റെ ഭാരതത്തിലെ പ്രേക്ഷിത പ്രവർത്തനം. ഈ പാരമ്പര്യം പ്രബലമാണ്. കൂടാതെ ഭാരത സഭയ്ക്ക് അടിസ്ഥാനമിട്ടതും വിശുദ്ധ തോമസാണ്. വിശിഷ്ടമായ ഈ പാരമ്പര്യം നമ്മുടെ സഭയ്ക്ക് ഏറ്റവും അഭിമാനകരമാണ്. തോമാസ് ലീഹായുടെ നാമത്തിലുള്ള സഭയായി മാർത്തോമ സഭ അറിയപ്പെടുന്നു. ഈ പേരിൽ അറിയുന്ന സഭ എന്നത് സന്തോഷകരമായ അനുഭവമാണ്.
അതേസമയം തോമസിൽ പ്രകടമാകുന്ന പ്രതിബദ്ധതയും വിശ്വാസതീഷ്ണതയും നാം ഏറ്റെടുക്കുമ്പോഴാണ് അപ്പോസ്തലന്റെ പ്രേക്ഷിത ദൌത്യത്തോട് നീതി പുലർത്താൻ കഴിയുന്നത്. തോമസിന്റെ സാക്ഷ്യം ജ്വലിക്കുന്ന മാതൃകയാണ്. തോമസിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ യോഹന്നാനിൽ നിന്നുമാണ് മനസ്സിലാക്കുന്നത്. അതിനാൽ ഈ സുവിശേഷം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നു. യോഹന്നാൻ ഇത് ആലേഖനം ചെയ്യുമ്പോൾ സഭയെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ അർത്ഥമാക്കിയിരുന്നു. പ്രത്യേകമായി 2-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന സഭയ്ക്കുള്ള ഒരു മാർഗരേഖയായും യോഹന്നാൻ ഇത് ആലേഖനം ചെയ്തിരിക്കുന്നു. പുതുഞായറിന്റെ ചിന്തകൾക്ക് ഈ ചരിത്രം ഊർജം പകരുന്നു. വിശുദ്ധ തോമസിന്റെ ജീവിതത്തിലെ ആകർഷകമായ 3 പ്രത്യേകതകൾ ഇന്നത്തെ ചിന്താവിഷയത്തിൽ അന്തർലീനമായിരിക്കുന്നു. അത് നാം ചിന്തിച്ചു. അവ പ്രകാശം ചൊരിയുന്ന പ്രത്യാശയുടെ ദീപ്തിയാണ്. പുതുഞായർ പുത്തൻ ചിന്തകളും പുതിയ തീരുമാനങ്ങളും സ്വീകരിക്കുന്നതിനുള്ള അവസരമായി രൂപപ്പെടുത്തണം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈ വാക്കുകൾ വിവരണങ്ങൾക്ക് അതീതമാണ്. ശിഷ്യന്മാരുള്ളവായ നവദർശനത്തിന്റെ വെളിപ്പെടുത്തലായി ഇതിനെ കാണാം. സഭ പുത്തൻ വീക്ഷണങ്ങളോടെ യാത്ര ചെയ്യുന്ന തീർത്ഥാടക സമൂഹമാണ്. നിർവഹിക്കാനുള്ള ദൌത്യത്തെക്കുറിച്ച് ശരിയായ ബോധ്യവും ലക്ഷ്യവും സഭയ്ക്ക് അനിവാര്യമാണ്. ആൾക്കൂട്ടങ്ങളുടെ തിരയിളക്കത്തിലും ആധുനികതയുടെ ആകർഷണത്തിലും മൂല്യങ്ങൾ വിസ്മരിക്കപ്പെടരുത്. ഉത്തരവാദിത്വം നിറഞ്ഞ ആത്മീയതയ്ക്കായി വെമ്പൽ കൊള്ളുന്ന സമൂഹമായി സഭ പരിണമിക്കണം. സത്യാന്വേഷകരുടെ സംഘമായി സഭ രൂപപ്പെടുമ്പോൾ അത് ചലനങ്ങളും തുടർ ചലനങ്ങളും സൃഷ്ടിക്കും. ആ സത്യത്തിന്റെ പ്രകാശപ്പൊലിമ സമസ്ത ലോകത്തിലും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന മഹത്തായ പ്രഖ്യാപനത്തിന്റെ ആഴവും വ്യാപ്തിയും വാക്കുകൾക്ക് അതീതമാണ്. അനുഗ്രഹത്തിന്റെ ഈ വചസ്സുകൾ നമ്മെ അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന അനുഭവമാക്കി തീർക്കുന്നു. ഇതിൽ കൂടി അപ്പോസ്തലൻ പങ്കിട്ട ദർശനം നമുക്ക് ശക്തമായ ചാലകശക്തിയാകട്ടെ. പുതുഞായറിന്റെ ചിന്തകൾ അതിനുള്ള ആഹ്വാനമാണ്. അത് ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.